നമസ്കാരം. ജെയിൻ ടിവിയുടെ തത്സമയ ആരോഗ്യ പരിപാടിയായ മെഡിടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ് എന്നാണ് പല റിപ്പോർട്ടുകളും കാണിക്കുന്നത്. പ്രത്യേകിച്ചും തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള ഹൈപ്പർ തൈറോയിഡിസം, അതുപോലെ ഹൈപ്പോ തൈറോയിഡിസം, ക്യാൻസർ, അങ്ങനെ പല അസുഖങ്ങളും. നമ്മുടെ ഇന്നത്തെ വിഷയം അത് തന്നെയാണ്, തൈറോയ്ഡ് രോഗങ്ങളും അതിനുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ പരിഹാര മാർഗ്ഗങ്ങളും. നമ്മുടെ ഇന്നത്തെ അതിഥി ഡോക്ടർ പത്മകുമാർ, ചീഫ് ലാപ്രോസ്കോപ്പി സർജനുമാണ്. നമുക്ക് അദ്ദേഹത്തെ മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സർ, ഇപ്പോൾ തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് കൂടുതലാണോ സർ? മേ ബി ഡിറ്റക്ട് ചെയ്യുന്നതിന്റെ കുറച്ച് കൂടുതലുണ്ട്. പിന്നെ നമുക്ക് ഈ അയഡൈസേഷനൊക്കെ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡിൻ്റെതായിട്ടുള്ള മുഴകൾ വരുന്ന രോഗം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മറ്റേത് അയഡിന്റെ കുറവ് വന്നിട്ട് വളരെയധികം വരുന്നുണ്ടായിരുന്നു. യൂണിവേഴ്സൽ അയഡിനൈസേഷൻ വന്നിട്ട് അത്തരത്തിലുള്ളതിന്റെ കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തന്നെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം സീ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ സോൾട്ടിൽ കുറച്ചൊക്കെ അയഡിൻ കണ്ടന്റ് ഉള്ളതുകൊണ്ട് അങ്ങനത്തെ വരത്തില്ല. പക്ഷെ മലയോര മേഖല വരുമ്പോഴത്തേന് കുറച്ചുകൂടെ തൈറോയിഡിന്റെ ആയിട്ട് കൂടുതൽ വരും. കുറച്ച് ഏരിയ വെച്ചിട്ടാണെങ്കിൽ ഇപ്പം കോട്ടയത്തൊക്കെ ഉള്ളപ്പോൾ കൂടുതലായിട്ട് തൈറോയിഡിന്റെ മുഴകളുമായിട്ട് ആൾക്കാർ വന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അയഡിൻ കുറഞ്ഞിട്ടുള്ള മുഴകൾ കുറവാണെങ്കിലും മറ്റുള്ളവർ കാണുന്നുണ്ട്. കുറച്ചുകൂടി തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് നീര് വന്നിട്ട് തൈറോയിഡിന് വരുന്ന ഒരു കണ്ടീഷനും കാര്യമായിട്ട് വരുന്നുണ്ട്. പണ്ടത്തെ കൂട്ടല്ല, ഇപ്പൊ ആൾക്കാർ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ വന്നിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹോസ്പിറ്റലുകളിലെ എൻട്രി നോക്കിക്കഴിഞ്ഞാൽ തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആൾക്കാർക്ക് ഒരു അവബോധമുണ്ട്. ഫംഗ്ഷൻ കുറഞ്ഞാൽ അത് കുഴപ്പമാണ്, അല്ലെങ്കിൽ ഫംഗ്ഷൻ കൂടിക്കഴിഞ്ഞാൽ മറ്റൊക്കെ കണ്ണൊക്കെ പുറത്ത് തള്ളി വരുന്ന അവസ്ഥയിൽ മാത്രമേ ആൾക്കാർ വരത്തുള്ളായിരുന്നു. അല്ലാതെ ഹൈപ്പർ ഫംഗ്ഷനും കൊണ്ടാണെന്ന് ഇപ്പം ഒരുവിധം മനസ്സിലാക്കിയിട്ട് വരുന്നുണ്ട്. മുഴകളാണെങ്കിലും ഒത്തിരി കൂടുന്നതിന് മുമ്പായിട്ടൊക്കെ ആൾക്കാർ എത്തുന്നുണ്ട്. അതെ, അയഡിൻ നമുക്ക് വെച്ചിട്ടുള്ള ഇപ്പം ഉണ്ടല്ലോ, നമുക്ക് മറ്റേ കല്ലുപ്പ് മാത്രം ഉണ്ടായിരുന്ന മാറിയിട്ട് ആ പൊടിയുപ്പ് എന്ന് പറയുന്ന എല്ലാം അയഡിൻ കണ്ടന്റ് ഉള്ള ഉപ്പാണ്. അപ്പൊ അതാണ് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് തൈറോക്സിൻ എന്ന് പറഞ്ഞ ഒരു ദ്രാവകം തൈറോയ്ഡ് ഉണ്ടാക്കണം. അത് ശരീരത്തിൽ ഒത്തിരിയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബുദ്ധിയെ കുറിച്ച് ആണെങ്കിലും നമ്മുടെ വയറിന്റെ അനക്കത്തിനാണെന്നുണ്ടെങ്കിലും എല്ലാം കുറേ കാര്യത്തിൽ ബന്ധപ്പെടുന്ന മെൻസസിന്റെ റെഗുലറിറ്റി മാറ്റാൻ പറ്റും, ഹാർട്ടിന്റെ റേറ്റിനെ അത് വ്യത്യാസപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള മെറ്റബോളിസം എന്ന് പറയുന്ന ഫംഗ്ഷനെ തന്നെ സ്പീഡ് നിയന്ത്രിക്കുന്നതിൽ തൈറോയിഡിന് വലിയൊരു റോളുണ്ട്. അല്ല, ഗ്രോത്ത് ഹോർമോൺ അല്ല, പക്ഷെ എന്നാലും ഇതിനകത്തുള്ള തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അനുസരിച്ചിട്ട് അതിന്റെ അളവിലുള്ള വ്യത്യാസം അനുസരിച്ചിട്ട് ഹൃദയമിടിപ്പ് കുറയാം, ഫംഗ്ഷനിങ് കുറയാം, കുടലിന്റെ അനക്കങ്ങൾ വ്യത്യാസപ്പെടുത്താൻ പറ്റും, നമ്മുടെ വെയിറ്റിൽ വ്യത്യാസം വരുത്താൻ പറ്റും. അപ്പോൾ കുറവോ കൂടുതലോ വരുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് വ്യത്യാസം വരാൻ പറ്റുന്ന ഒരു ദ്രാവകമാണ്. അത് ആവശ്യത്തിന്റെ അളവിൽ റെഗുലറായിട്ട് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുറയുമ്പോഴും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്. ശരിക്കും തൈറോയിഡ് എന്ന് പറയുന്നത് ഏത് ശരിക്കും ആ ഒരു കഴുത്തിന്റെ മുൻവശത്ത് നമ്മുടെ ശ്വാസനാളം ഉണ്ട്, ട്രക്കിയ എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് ബട്ടർഫ്ലൈ ഷേപ്പ് എന്ന് പറയാം. അപ്പൊ ആ ബട്ടർഫ്ലൈയുടെ രണ്ട് ഒരു സൈഡ് പോലെ തന്നെ, അതിന്റെ ചിറക് പോലെ തന്നെ കാണാവുന്നതും നടുക്കൊരു തണ്ട് പോലത്തെ ഒരു ഭാഗമുണ്ട്. ആ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ജീവിയുടെ ആ ഒരു പോർഷൻ ഉള്ളത്. അപ്പൊ അതിന്റെ കൂട്ടുള്ള ഒരു കണക്ടിങ് ട്യൂബും കൂടെ ഉള്ളതാണ്. സാധാരണ ഇത് തൊട്ട ഒട്ടും അറിയത്തില്ല, വളരെ തിന്നായിട്ടിരിക്കും. കുറച്ച് ഫ്യൂ ഗ്രാംസേ ഉള്ളൂ അതിന്റെ വെയിറ്റ് തന്നെ വരുന്നത്. പേപ്പറിൽ തിന്നായിട്ടിരിക്കും. പക്ഷെ അതിനകത്ത് വളർച്ച വരുമ്പോഴാണ് നമുക്ക് ആള് തുപ്പലിറക്കുമ്പോൾ അത് ഒരു മുഴ ഇങ്ങനെ പോകുന്നതായിട്ടാണ്. നമ്മുടെ ആ ഒരു ആഡംസ് ആപ്പിൾ എന്ന് പറഞ്ഞ ആ ഒരു പോർഷൻ അല്ലാതെ ഒന്ന് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തൈറോയിഡ് ആയിരിക്കും. അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു മുഴയായിട്ട് തന്നെ മൂവ് ചെയ്യുന്നത് പലരും ശ്രദ്ധിക്കാതെ പോകും. പക്ഷെ ചെറിയൊരു ശ്രദ്ധയുണ്ട് തന്നെ കണ്ണാടി നിന്നിട്ട് നോക്കിയാൽ തന്നെ ഈ ഒരു പോർഷൻ അനങ്ങുന്നതായിട്ട് കാണാം. ഈ ആഡംസ് ആപ്പിൾ അല്ലാതെ അഡീഷണൽ ആയിട്ട് ഒരെണ്ണം മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ തൈറോയിഡ് ആയിരിക്കും. ഗ്രോത്ത് ആയിട്ട് അത് വളർച്ച വ്യത്യാസം വരുമ്പോഴത്തെ കാര്യമാണ് നമുക്ക് അറിയാവുന്നത്. രണ്ട് തരത്തിലുള്ള അസുഖങ്ങളാണ്. ഒന്ന് വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട അനാറ്റമിക്കൽ പ്രോബ്ലംസ് എന്ന് പറയാം. അതിനകത്ത് വീർപ്പ് വന്നിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്, മുഴകൾ വന്നിട്ടുള്ളത്. പിന്നെ എന്ന് വെച്ചാൽ ഫങ്ഷണൽ പ്രോബ്ലംസ്, ഒന്നിൽ കൂടുതലായിട്ട് പ്രവർത്തിക്കുക, ആ ദ്രാവകം കൂടുതലായിട്ട് ഉണ്ടാവുക തൈറോക്സിൻ, ഇല്ലെങ്കിൽ ദ്രാവകം കുറച്ചുണ്ടാവുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ചിലപ്പം ഗ്രന്ഥിക്ക് ഒട്ടും വീക്കോ ഒന്നും കാണത്തില്ല, പക്ഷേ ദ്രാവകം കുറച്ചേ ഉണ്ടാവത്തുള്ളൂ. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും. ഹൈപ്പോ തൈറോയിഡിസം വരുമ്പോഴാണ് ഒരു ബുദ്ധിയുടെ പ്രവർത്തനത്തിന് കുറവ് വരിക, ഹൃദയമിടിപ്പിനകത്ത് കുറവ് വരിക, ഈവൻ ഹാർട്ട് ഫെയിലിയർ വരെ ഉണ്ടാക്കാൻ പറ്റും തൈറോയിഡിന്റെ പ്രവർത്തനം വളരെ കുറഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ വയറിന്റെ മൂവ്മെന്റ്സിന് വ്യത്യാസം വരും, ആൾക്ക് വെയിറ്റ് കൂടുതലായിട്ട് വരും, നമുക്ക് ആ ഒരു ചൂട് തണുപ്പിലുള്ള വ്യത്യാസങ്ങളൊക്കെ ആണെങ്കിലും ഒരു കോൾഡ് ഇൻടോളറൻസ് പോലത്തെ വരാനായിട്ടുള്ളത് വരാം. അങ്ങനത്തെ ഇതുണ്ട്. വളരെ തണുത്തിട്ട് തൊലിയിലൊക്കെ വ്യത്യാസം വരും, സ്കിന്നിനകത്തുള്ള ചേഞ്ചസ്, കട്ടിയുള്ള തൊലിയായിട്ട് വരിക, കാലിൽ നീര് വരിക, അതൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് വരുമ്പോഴായിരിക്കും അങ്ങനത്തെ ഇതിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കാണ് ഹൈപ്പോ തൈറോയിഡിസം പോകുന്നത്. പലപ്പോഴും ഗ്രന്ഥിക്കൊട്ടും വീക്കം കാണത്തില്ല, ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ഹൈപ്പോ തൈറോയിഡിസം. ഐഡന്റിഫൈ ചെയ്താൽ മതി. ഇത് നമുക്ക് ചെറിയൊരു ടെസ്റ്റ് ചെയ്ത് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ബ്ലഡിലെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തനം കുറവാണ്. T3 T4 എന്ന രണ്ട് കോമ്പണൻസ് ഉണ്ട്, അത് കുറഞ്ഞിരിക്കുക.
TSH എന്ന് പറഞ്ഞാൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ബ്രെയിൻ തന്നെ അതിനോട് പറയുകയാണ് തൈറോയിഡിന്റെ അടുത്ത് കുറവാണ്, കൂടുതൽ ഉണ്ടാക്കും എന്നുള്ള ആ ഒരു സ്റ്റിമുലസിന്റെ ആ ഒരു ദ്രാവകമുണ്ട്. അപ്പോൾ ആ TSHന്റെ വാല്യൂ നോക്കുമ്പോൾ അത് കൂടുതലായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്ക് ആ സ്റ്റിമുലസ് കൂടുതൽ വരുന്നുണ്ട്, പക്ഷെ ആ ഒരു ലൊക്കേഷനിൽ ഫംഗ്ഷൻ നടക്കുന്നില്ല. അത് കൂടുതലായിരിക്കും, TSH കൂടുതലായിരിക്കും. T3 T4 എന്ന് പറഞ്ഞ ടെസ്റ്റുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ തൈറോക്സിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കേണ്ട ദ്രാവകം മെഡിസിൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫംഗ്ഷൻ നോർമലൈസ് ചെയ്യാൻ പറ്റും. 100 മൈക്രോഗ്രാം ആണ് സാധാരണ വേണ്ട ഡോസ്. ചിലർക്ക് 50-ൽ തന്നെ ശരിയാവും, ചിലർക്ക് 200 വരെയൊക്കെ പോകേണ്ടി വരും. പക്ഷെ അത് വളരെ സേഫ് ആയിട്ടുള്ളൊരു മരുന്ന്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബെഡ് കോഫിയുടെ കൂടെ കഴിക്കാമെന്ന് പറയും. അതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ടൈം. മിസ് ചെയ്ത് പോയെങ്കിൽ വേറെ സമയത്ത് കഴിക്കാം, പക്ഷെ എന്നാലും ഏറ്റവും നല്ലത് ആ സമയത്ത് കഴിക്കുന്നതായിരിക്കും. വളരെ എക്സ്പെൻസ് ആണെങ്കിൽ 50 പൈസ ഉള്ളൂ. അപ്പോൾ ആൾക്കാർ കഴിയുന്നതും നിർത്താതെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും ആൾക്കാർക്ക് മരുന്ന് തുടങ്ങാനുള്ള മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയ ഇനി എന്നും കഴിക്കേണ്ടത്. പക്ഷെ തുടങ്ങാതെ ഇവരെ നിവൃത്തിയില്ല, ഡോസിൽ അഡ്ജസ്റ്റ്മെന്റേ പറ്റത്തുള്ളൂ. പിന്നെ തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞിട്ടൊരു രോഗം വരുന്നുണ്ട്, നീര് വരുന്ന കണ്ടീഷൻ. അപ്പൊ അതിന് മനസ്സിലായി ഇപ്പൊ ഹൈപ്പോതൈറോയിഡിസ് ആണെങ്കിൽ നമ്മൾ മരുന്ന് കഴിച്ച് അതിനെ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് പോവാണോ അതോ കൺട്രോൾ എങ്ങനെയാണത്? പിന്നെ അതിന്റെ ലെവല് നോർമലാക്കി നിർത്തി പോവാ. നമ്മൾ പിന്നീട് ഒരു മാസം കഴിയുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക, തൈറോയിഡിന്റെ പ്രവർത്തനം നോർമലായി. T3 T4 TSH നോർമൽ ആണെന്നുണ്ടെങ്കിൽ അതേ ഡോസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അതിന്റെ ഡോസ് കൂടിപ്പോയി എന്നുള്ളൊരു അളവ് വന്നാൽ ചെറിയൊരു ഡോസ് വ്യത്യാസപ്പെടും. 100 കഴിച്ചുകൊണ്ടിരുന്നാൾക്ക് TSH വളരെ കുറഞ്ഞു പോയെങ്കിൽ 75-ലേക്ക് കുറയ്ക്കാൻ പറ്റും. അതല്ല TSH പിന്നെയും 5-ന് മുകളിലുള്ള വാല്യൂ ആണ് അബ്നോർമൽ എന്ന് പറയുന്നത്. 5-ന് മുകളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 100 എന്നുള്ളത് 125-ലേക്ക് കൂട്ടാൻ പറ്റും. അങ്ങനെ ടൈട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നോർമലായിട്ടുണ്ടെങ്കിൽ 3 മാസം 6 മാസം വർഷത്തിലൊരിക്കൽ നോക്കിയിട്ട് ഈ ഡോസ് തുടർന്ന് പോവാം. പലപ്പോഴും നിർത്താനായിട്ട് പറ്റില്ല, ഡോസിൽ അഡ്ജസ്റ്റ്മെന്റ് പറ്റത്തുള്ളായിരിക്കും. പക്ഷെ അതൊരു ദോഷമുള്ള മരുന്നല്ലാത്തടത്തോളം നമുക്ക് ഡയബറ്റീസിന് ഇൻസുലിൻ കുറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഇൻസുലിനോ അല്ലെങ്കിൽ മരുന്നുകളോ എടുക്കുന്ന പോലെയുള്ള ഒരു കാര്യമാണ് തുടർന്നുകൊണ്ടിരിക്കുക. പക്ഷെ അതിന്റെ കൂട്ടൊന്നും ഉള്ള ഒരു പ്രോബ്ലംസ് ഉണ്ടാക്കാത്തതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യേണ്ടത് തന്നെയാണ്. മെജോറിറ്റി ഓഫ് ദ ടൈംസ് തൈറോക്സിൻ മരുന്ന് കഴിക്കേണ്ടതായിട്ട് തന്നെയാണ് വരാറ്. നമ്മുടെ ഗ്രന്ഥിക്ക് അത്രയും പ്രവർത്തിച്ച് ആവശ്യമുള്ള ഒരു ദ്രാവകം ഉൽപ്പാദിപ്പിക്കാൻ ശക്തിയില്ല, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതെ, തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് രോഗം വരുന്നുണ്ട് ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട്. അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ ആദ്യം ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തൈറോടോക്സിക്കോസ് എന്ന് പറഞ്ഞിട്ട് ഈ തൈറോക്സിന്റെ അളവ് കൂടിപ്പോയതായിട്ട് തോന്നും, നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന പോലെ. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ നീര് വന്നിട്ട് ഗ്രന്ഥി നശിച്ചു കഴിയുമ്പോൾ പിന്നെയും അത് ഹൈപ്പോ ഫംഗ്ഷനിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ പിന്നെയും ഈ ഹൈപ്പോ തൈറോയിഡിസം ഡിഫക്റ്റ് പോലെ തന്നെ തൈറോക്സിൻ കഴിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ തൈറോയിഡൈറ്റിസ് എന്നുള്ള ഒരു വേറെ ടെസ്റ്റ് ഉണ്ട്, TPO എന്ന് പറഞ്ഞ വേറെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അത് ചെയ്താൽ തന്നെ നമുക്കറിയാം അത് വളരെയധികം ആ ഒരു നീര് വന്നതിന്റെ ഒരു റിയാക്ഷനായിട്ട് വരുന്ന ഒരു ഫ്ലൂയിഡ് വരുന്നുണ്ട്. അപ്പം അതുള്ള പേഷ്യൻസിനാണെന്നുണ്ടെങ്കിൽ അതിനെ തൽക്കാലത്തേക്ക് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പിന്നെ ഫംഗ്ഷൻ കുറഞ്ഞു പോകുന്ന അവസ്ഥയിൽ നമുക്ക് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെതായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ പ്രവർത്തനം കൂടി നിൽക്കുമ്പോൾ നാച്ചുറലി തൈറോയിഡിന്റെ ഗ്രന്ഥിക്കെതിരായിട്ട് അല്ലെങ്കിൽ തൈറോയിഡ് പ്രവർത്തിക്കുന്ന ദ്രാവകത്തിനെതിരായിട്ടുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കണം. ഈ ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോടോക്സിക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനെതിരായിട്ടുള്ള മെഡിസിനാണ്. അതിനകത്തുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലാണ്, പ്രൈമറി സെക്കൻഡറി എന്ന് പറയും. പ്രൈമറി എന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു ഗ്രന്ഥി വീക്കം ഇല്ലാതെ തന്നെ വരുന്ന ഫംഗ്ഷൻ കൂടുതൽ, അത് മരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പലപ്പോഴും ഈ ആന്റി തൈറോയിഡ് മരുന്നുകൾ കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും 6 മാസത്തിൽ കൂടുതലൊന്നും ആ മരുന്ന് കൊടുക്കുന്നത് സേഫ് അല്ല. നമ്മുടെ ബോണിലെ മാരോയെ സപ്രസ് ചെയ്തിട്ട് അതിന്റെ ഒരു മൊത്തത്തിൽ തന്നെ രക്തത്തിന്റെ കൗണ്ടൊക്കെ കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു 6 മാസം കൊണ്ടൊക്കെ കൺട്രോൾ ആയില്ലെങ്കിൽ ആ ഗ്രന്ഥി ഈ അധികമായിട്ടുണ്ടാക്കുന്ന ദ്രാവകം ഉണ്ടാക്കുന്ന ഗ്രന്ഥി മാറ്റുക എന്ന് പറയും. തൈറോയിഡ് സർജറിയിലൂടെ തന്നെ മാറ്റേണ്ടതായിട്ട് വന്നേക്കാം. ഹൈപ്പറിന് ചിലപ്പോൾ അത് വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ സെക്കൻഡറി തൈറോടോക്സിക്കോസ് എന്ന് വെച്ചാൽ മുഴകൾ ഉണ്ടായിട്ട് അതിലിപ്പോൾ ഒരു ഭാഗം ശരീരത്തിന്റെ കൺട്രോളിന് അതീതമായിട്ട് പ്രവർത്തിച്ചിട്ട് ഈ ദ്രാവകം കൂടുതൽ ഉണ്ടാക്കുക, തൈറോക്സിൻ കൂടുതൽ ഉണ്ടാക്കുക. അപ്പോൾ സെക്കൻഡറി തൈറോടോക്സിക്കോസ് ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും താൽക്കാലികമായിട്ട് മാത്രമേ മരുന്നുകൊണ്ടുള്ള കൺട്രോൾ വരത്തുള്ളൂ. ഈ മുഴകൾ പൂർണ്ണമായിട്ട് നിയന്ത്രണത്തിൽ വരില്ല എന്തൊക്കെ ചെയ്താലും. അങ്ങനെയുള്ളപ്പോൾ സർജിക്കൽ ഓപ്ഷൻസ് ചിലപ്പോൾ വേണ്ടതായിട്ട് വരും. ഓപ്പറേഷൻ ചെയ്ത് തന്നെ കൺട്രോൾ നിൽക്കുന്ന ഒരവസ്ഥയിലേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനെ ചെയ്യണം. അതല്ല ഫംഗ്ഷൻസ് നോർമലായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതർവൈസ് വലിയ പ്രോബ്ലം ഇല്ല. ഇന്നത്തെ ഗ്രൂപ്പാണ് ഈ മുഴകൾ വരുന്ന ഗ്രൂപ്പ്. ഹൈപ്പോയില് പ്രശ്നം വരുന്നില്ല, ഹൈപ്പറിൽ വരുമ്പോഴാണ് ഈ സർജിക്കൽ ഓപ്ഷൻസ് വരാവുന്ന ഒരു ഫംഗ്ഷണൽ വ്യത്യാസം എന്ന് പറയുന്നത് ഹൈപ്പർ തൈറോയിഡിസം ആണ്. അപ്പൊ ഈ ഹൈപ്പോയും ഹൈപ്പറും ഇപ്പൊ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എങ്ങനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും? ഒന്ന്, നമുക്ക് വല്ലപ്പോഴെങ്കിലും റുട്ടീൻ ടെസ്റ്റുകൾ ചെയ്യണം. ഈ മെഡിക്കൽ ചെക്കപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തൊക്കെ വളരെ വളരെ ചുരുക്കമായിട്ട് നടക്കണം. ഒരു ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ TSH എന്ന് പറഞ്ഞ ടെസ്റ്റിന് 150 രൂപയൊക്കെ ചിലവുള്ളൂ. അപ്പോൾ അവർ TSH ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വ്യത്യാസം ഉണ്ടെങ്കിൽ T3 T4 തന്നെ ചെയ്യേണ്ട കാര്യമുള്ളൂ.
അറ്റ്ലീസ്റ്റ് ഒരു TSHന്റെ ഹീമോഗ്ലോബിൻ കറക്റ്റ് ആണോ നോക്കുക. വല്ലപ്പോഴും ഒക്കെ നമ്മൾ വർഷത്തിലൊരിക്കലെങ്കിലും ഈ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബേസിക് സാധനങ്ങൾ ചെയ്യുന്നത് അത്യാവശ്യമാണ്. എന്നാലേ പലപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ വലിയൊരു അളവിലേക്ക് ഇതിന്റെയൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുക, ഫംഗ്ഷൻ കൂടിയ ആൾക്കാണെങ്കിൽ കൈയിലൊക്കെ വിയർപ്പ് വരിക, അല്ലെങ്കിൽ കൈക്ക് ഹൈപ്പർ ആയിട്ടുള്ള കൈ വിറയിൽ വരിക, വെയിറ്റ് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവുക, ഇതൊക്കെ വരുമ്പോൾ അതെ ഡയബറ്റീസ് വരുന്ന ആൾക്കാർ പലരും ഡയബറ്റീസ് എന്ന് വെച്ചിരുന്നിട്ട് ടെസ്റ്റുകൾ ചെയ്യുമ്പോഴാണ് ഇവരുടെ തൈറോയിഡിന്റെ ഫംഗ്ഷൻ വ്യത്യാസം വന്നിട്ടാണ് എല്ലാം ഡയബറ്റീസിനെ പഴിച്ചുകൊണ്ടിരിക്കും. അത് തിരിച്ചും അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ തൈറോയിഡിന്റെ പ്രവർത്തനം വ്യത്യാസം വന്നിട്ടുണ്ടോ ആ ഒരു TSH ടെസ്റ്റ് ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്. എസ്പെഷ്യലി എന്തെങ്കിലും ഒരു അബ്നോർമലായിട്ട് നമുക്ക് ആ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈഫെല്ലാം മുമ്പോട്ട് പോകുന്ന നെഞ്ചിലിപ്പ് വ്യത്യാസമോ കയ്യിലെ വിയർപ്പ് വ്യത്യാസം വരിക, അല്ലെങ്കിൽ ഉറക്കം കൂടുതലായിട്ട് വരിക, മൊത്തത്തിൽ ക്ഷീണം വരിക, ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ തൈറോയിഡിന്റെ പ്രവർത്തനം വ്യത്യാസപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ക്ഷീണം വരുന്ന രണ്ട് ഗ്രൂപ്പിനും വരാം. ഒന്നിൽ വെയിറ്റ് കുറയാണ്, ഒന്നിൽ വെയിറ്റ് കുറച്ച് കൂടുകയാണ്. എന്നാലും ഉറക്ക കൂടുതലുകൾ വരുന്നത് സാധാരണ ഫംഗ്ഷൻ കുറഞ്ഞിരിക്കും. മറ്റതിനകത്ത് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായിട്ടിരിക്കും. കുറച്ച് അധികപ്പറ്റ് ആക്റ്റീവ് എന്ന് പറയാം. ചിലർക്കാണെങ്കിൽ ശ്വാസം മുട്ടലും ഒരു ദേഷ്യപ്പെടലും എല്ലാം കൂടെ വരാം ഈ ഹൈപ്പർ ആയിട്ടുള്ള തൈറോയിഡിന്റെ വരുമ്പോഴത്തേക്ക്. പലപ്പോഴും ശരിക്കും കണ്ടിട്ടുണ്ട് ആ ആൾക്കാരുടെ അടുത്ത് അറിയാതിരുന്നിട്ട് ഇവരുടെ അടുത്ത് തൈറോയിഡ് ചെയ്ത് നോക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ട് കാഷ്വലായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ചെക്ക് ചെയ്തിട്ട് തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുതലായിരുന്നു, അതുകൊണ്ടായിരുന്നു ഇയാൾ ഇത്രയും ഇതൊക്കെ ആയിരുന്നു. സ്വെറ്റ് ചെയ്ത് ആകെ ഒരു ബഹളക്കാരനായിട്ട് നോക്കുന്നതായിരിക്കും. പക്ഷെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത് കൂടിയത് കൊണ്ട് മാത്രമായിരിക്കും. അപ്പം ടെസ്റ്റുകൾ ചെയ്ത് വല്ലപ്പോഴും നോക്കുന്നത് തന്നെയാണ് വളരെ നോർമലായിട്ടുള്ള ആൾക്കാർ തന്നെ ചെയ്യേണ്ടതാണ്. അപ്പം ചെറിയ സിംറ്റംസ് ഉണ്ടെങ്കിൽ എന്തായാലും നോക്കണം. അപ്പൊ ഇതിനിപ്പോ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു പരിഹാരം പറഞ്ഞിട്ട് നമുക്ക് അടുത്ത മുഴകളിലേക്ക് പോകാൻ തോന്നുന്നു. ഇതിലിപ്പം ലാപ്രോസ്കോപ്പിക്ക് എന്താണ് ഈ ഹൈപ്പറിലും ഹൈപ്പോയ്ക്കുള്ള റോള്? ഹൈപ്പോതൈറോയിഡിസത്തിൽ സാധാരണ ഇതിൽ സർജറിയുടെ ആവശ്യം വരുന്നില്ല. കാരണം അതിന്റെ പ്രവർത്തനം വ്യത്യാസമേ ഉള്ളൂ. ഗ്രന്ഥി വീക്കം വരുന്ന മുഴകൾ വരുമ്പോഴേ ആവശ്യം വരാറുള്ളൂ. തൈറോയിഡിന്റെ ഫംഗ്ഷൻ കൂടിയിട്ടുള്ള തൈറോടോക്സിക്കോസിസിൽ മരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലാണ് സർജിക്കൽ ഓപ്ഷൻ വരുന്നത്. ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ സെക്കൻഡറി തൈറോടോക്സിക്കോസ് എന്നിട്ട് മുഴ വന്നിട്ട് ഈ ഒരു ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൽ വ്യത്യാസം വന്ന് അത് കൂടിപ്പോവുക. അപ്പോൾ പലപ്പോഴും മരുന്ന് കൊണ്ടാവില്ല. നമ്മളൊരു 6 months ഒക്കെ മരുന്ന് കൊടുക്കുന്നത് തന്നെ ഇതൊന്ന് കൺട്രോൾ ആക്കിയിട്ട് മുഴകളെ മാറ്റുക. അപ്പോൾ അതിന്റെ കൂടെ തന്നെ ഈ തൈറോയിഡിന്റെ ഫംഗ്ഷൻ നോർമൽ ആയിക്കൊള്ളുന്നതാണ്. പ്രൈമറിലി നമുക്ക് സർജറി വേണ്ടി വരുന്നത് തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട ഗോയിറ്റർ എന്ന് പറയുന്ന മുഴകൾക്കാണ് വരുന്നത്. നമുക്ക് അതിലേക്ക് വരാം ചെറിയ ബ്രേക്കിന് ശേഷം. മെഡിറ്റോക്ക് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു മെഡിറ്റോക്ക്. നമ്മുടെ ഇന്നത്തെ വിഷയം തൈറോയിഡ് പ്രശ്നങ്ങളും അതിനുള്ള കീഹോൾ സർജറിയും. നമ്മുടെ ഇന്നത്തെ അതിഥി ഡോക്ടർ പത്മകുമാർ. സർ, നമ്മളിപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പോ തൈറോയിഡിസം ആണ് പറഞ്ഞത്. അതിന് കീഹോൾ സർജറിയിലുള്ള പരിഹാരമാണ് പറഞ്ഞത്. നമുക്ക് മുഴകളിലേക്ക് വരാൻ തോന്നുന്നു. മുഴകള് രണ്ട് തരത്തിലായിരുന്നു. ഒന്ന് ബിനൈൻ മുഴകൾ എന്ന് പറയും, ക്യാൻസറസ് അല്ലാത്ത മുഴകൾ. അല്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ള മുഴകളാണ് തൈറോയിഡിൽ വരാവുന്നത്. ഒരു 90% പേർക്കും തൈറോയിഡിന്റെ പ്രവർത്തന ഇതൊരു മുഴകൾ വരുന്നത് സാധാരണ നൊഡ്യൂൾസ് എന്ന് പറയും. ഗോയിറ്ററും നൊഡ്യൂൾസും മാറി മാറി ഒരു സയന്റിഫിക് ആയിട്ട് നൊഡ്യൂൾസ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഒരു വശത്തെ സൈഡിലോട്ട് മാത്രമായിട്ട് വരും, റൈറ്റ് സൈഡിൽ മാത്രമായിട്ട്, ലെഫ്റ്റ് സൈഡ് മാത്രമായിട്ട് വരാം. അല്ലെങ്കിൽ നടുക്കുള്ള ആ ഒരു കണക്ടിങ് ഒരു പോർഷൻ ഉണ്ട്, ഇസ്തമസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ മാത്രമായിട്ട് മുഴകൾ വരാം. ചിലപ്പോൾ മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറയും. എന്ന് വെച്ചാൽ രണ്ട് സൈഡിലെയും അല്ലെങ്കിൽ നടുക്കും കൂടെ ആയിട്ട് പല പല മുഴകളായിട്ട് വന്നിട്ട് വീർപ്പ് വരുന്നതായിട്ട് കാണാം. അതാണ് പലപ്പോഴും നമുക്ക് പുറത്ത് കണ്ട തൈറോയിഡിന്റെ ഒരു അസുഖമായിട്ട് അറിയുന്നത്. ചിലരുടെ കഴുത്തൊക്കെ വലിയ കഴുത്തായിട്ട്, അതെ, അതവർ വെച്ചുകൊണ്ടിരുന്നോണ്ടാണ്, അതൊരു കാണിക്കാതെ അത് മുഴകൾ വലുതായിട്ട് വരുന്നോണ്ടാണ്. അതുകൊണ്ട് വലിയൊരു പ്രശ്നങ്ങൾ ആദ്യമൊന്നും വരാത്തത് കൊണ്ടാണ് ആൾക്കാർ മുന്നോട്ട് പോകുന്നത്. പ്രഷർ ഇഫക്ട്സ് എന്ന് പറയാം. നമ്മളിപ്പം ശ്വാസനാളത്തിന്റെ മുമ്പിലാണ് ഈ ഗ്രന്ഥി ഇരിക്കുന്നത്. അപ്പൊ അതിനെ അമർന്നിട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരാം. അല്ലെങ്കിൽ അതിന്റെ സൈഡിൽ കൂടെ നമുക്ക് ശബ്ദം നൽകുന്ന ഞരമ്പുകളുണ്ട്. അപ്പൊ അതിനകത്താണെങ്കിലും പ്രഷർ വന്നിട്ടല്ല അതിനെ കേടുവരുത്താം. പിന്നീട് അതിന്റെ തൊട്ടുപുറയിലായിട്ട് അന്നനാളമുണ്ട്, അതിനെ ബുദ്ധിമുട്ടുണ്ടാക്കാം. ഇവിടെ നിന്നുള്ള രക്തക്കൊഴലുകൾ പോകുന്ന സ്ഥലവും എല്ലാം കൂടെ വളരെ ചുരുങ്ങിയ ഒരു സ്ഥലത്തൂടാണ് ഇതെല്ലാം താഴോട്ട് പോകേണ്ടത്. അപ്പൊ ഈ ഒരു ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് മുഴ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രക്തക്കൊഴലുകളെ തടസ്സപ്പെടുത്താൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴേ പലപ്പോഴും ആൾക്കാർ വരുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അതിനൊക്കെ മുമ്പേ ചെയ്യേണ്ടതാണ്. ഒരു 4 സെന്റിമീറ്റർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ഓഫ് പറയുന്നത്. 4 സെന്റിമീറ്ററിന് മുകളിലുള്ള മുഴ ഉണ്ടെങ്കിൽ എന്തായാലും ഇത് മാറ്റേണ്ടതാണ്. നമുക്കത് കുഴപ്പമാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ സൂചി ടെസ്റ്റിലൂടെ അറിയാം, സ്കാനുകൾ എടുത്താൽ മനസ്സിലാക്കും. പക്ഷെ എന്നിരുന്നാലും എന്തായാലും ഒരു 4 സെന്റിമീറ്റർ ഒക്കെ ഉള്ള മുഴ
മാറ്റി അത് പരിശോധിക്കുന്നത് തന്നെയായിരിക്കും ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ്. 4 സെന്റിമീറ്റർ ഒക്കെ മുഴയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് മനസ്സിലാവും, അറിയാൻ പറ്റും. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കട്ടിയുള്ള മസിൽ മുമ്പിൽ ഉള്ളതുകൊണ്ട് ഇതിലൊക്കെ വലുതായ മാത്രമേ ഒന്ന് പുറത്തോട്ട് അറിയത്തുള്ളൂ. ആണുങ്ങളുടെയാണ് സാധാരണ ഒരു ഡിസീവിംഗ് ആയിട്ട് വലിയൊരു സൈസ് കാണാറുള്ളൂ. ഓപ്പറേഷൻ ചെയ്തെടുത്ത് നോക്കുമ്പോഴേക്കും ഇത്ര വലുതായിരുന്നു എന്ന് തോന്നും. നമുക്ക് തന്നെ അത്ര തോന്നിയിട്ടുണ്ടാവില്ല. മുമ്പിലെ ഈ മസിൽസ് കുറച്ചുകൂടെ സ്ട്രോങ് ആയതുകൊണ്ട് അറിയത്തില്ല. നീളമുള്ള കഴുത്തുള്ള ആൾക്കാർക്ക് വേഗം അറിയാനായിട്ട് പറ്റും. ചെറിയ മഴ വന്നാൽ തന്നെ അത് ആ ഒരു നാരങ്ങ അനങ്ങുന്ന പോലെ തന്നെ അവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. അത് നടുക്ക് മേലിലായിട്ടാണ്, വളരെ മേലിലായിട്ടാണ്. ഇത് താഴെയായിട്ട് തന്നെ കാണാം. ഈ ഒരു നമ്മുടെ ആ ഒരു സ്പേസ് ഉണ്ട്, ബേൺ സ്പേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അവിടെ തന്നെ തൊട്ട് മുമ്പിലായിട്ട് തന്നെ കാണാൻ പറ്റും. അത് തെറ്റിപ്പോവില്ല ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ തന്നെ ആൾക്കാർ പറഞ്ഞുതരും നമുക്ക് മഴയാണ്. അതുപോലത്തെ സിറ്റുവേഷനാണ്. വളരെ ചുരുക്കത്തിൽ ഫിസിയോളജിക്കൽ ആയിട്ട് വരുന്ന മൊത്തത്തിലൊരു ഇതാണ് ഈ മെൻസസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലാക്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് മൊത്തത്തിലൊരു വീർപ്പ് വരുന്നതാണെങ്കിൽ അത് ഒരു പാട പോലെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അതല്ലാതെ മുഴകളായിട്ട് വരും. ഒറ്റയാൻ മുഴകളാണ് ശരിക്കും പറഞ്ഞാൽ കുഴപ്പമെന്ന് പറയും. അതൊക്കെ വരുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും മാറ്റി വെച്ചുകൊണ്ടിരുന്ന ചികിത്സ ഈ ഒരു കട്ട് വെച്ചിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നോണ്ടാണ്. ഒരറ്റം തൊട്ട് ഒരറ്റം വരെ കഴുത്ത് മുറിച്ചിട്ട് ആ സ്കിന്നും ഫ്ലാപ്പും എല്ലാം പൊക്കി ഇവിടെ വരെ വെച്ചിട്ട് അകത്തുനിന്ന് മുഴ എടുത്താണ്. അപ്പൊ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇത് മൊത്തം മുറിക്കുന്നതുകൊണ്ട് ആൾക്കാർ വിചാരിക്കും എന്നാൽ അത് ഇരുന്നോട്ടെ, അതിനെ കൊണ്ട് വലിയൊരു പ്രശ്നമില്ല, പ്രഷർ പ്രശ്നങ്ങളൊന്നുമില്ല, ക്യാൻസർ ആവാനുള്ള സാധ്യതയും 10% പോലും ഇല്ലാത്തതുകൊണ്ട് കുറവായതുകൊണ്ട് ആൾക്കാർ മുന്നോട്ട് പോകും. ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് വരും. പിന്നെ എന്തെങ്കിലും ഒരു പെട്ടെന്ന് അതിനൊരു വളർച്ച വരും, അല്ല അതിനകത്തോട്ട് രക്തസ്രാവം വന്നിട്ട് ശ്വാസതടസ്സം വ്യത്യാസം വരുമ്പോഴോ അല്ലെങ്കിൽ കാണാൻ ഭംഗിക്കേട് വരുമ്പോഴൊക്കെയാണ് ഡോക്ടറെ അടുത്ത് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം പക്ഷെ ഈ കീഹോൾ ഓപ്ഷൻ വന്നതിന് ശേഷം കുറച്ചുകൂടെ ആൾക്കാർക്ക് എന്തായാലും മഴയുണ്ട്, പാടില്ലാതെ മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സമയത്തിന് ട്രീറ്റ്മെന്റ് എടുക്കാം എന്നുള്ള ഇതിലേക്ക് വന്നിട്ടുണ്ട്. സർ, ഇപ്പം ഇത്തരത്തിലുള്ള ഒരു മുഴ ആദ്യം കണ്ടാൽ അതിപ്പോ ക്യാൻസറസ് ആണോ അല്ലയോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്താലല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം അതിന് അതെന്താണ്, എന്ത് നമുക്ക് 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് പറ്റുന്നത്. ഒന്ന് അൾട്രാസൗണ്ട് സ്കാൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു നേച്ചർ വെച്ചിട്ട് ഏകദേശം അവർക്ക് പറയാൻ പറ്റും കുഴപ്പമുള്ള മഴയാണോ അല്ലയോ എന്നുള്ളത്. അതാണെങ്കിലും 4 സെന്റിമീറ്റർ മുകളിലുള്ളത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട്. 4 സെന്റിമീറ്റർ ക്രോസ് ചെയ്യുമ്പോൾ എന്തായാലും ചെയ്യാൻ നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ അത് ബിനൈൻ ആണെങ്കിലും കുഴപ്പമില്ലാത്ത ആണെങ്കിൽ പോലും ആ വലിപ്പത്തിൽ കൂടുതൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. പിന്നെ ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്ന വേറെ വെച്ചാൽ സൂചി ടെസ്റ്റ് ചെയ്യുക, FNAC എന്ന് പറയും, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി. അപ്പൊ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ക്യാൻസർ സെൽസ് കിട്ടാം. പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ ക്യാൻസർ സെൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആ ഭാഗത്ത് നീഡിൽ കയറാത്തത് കൊണ്ടായിരിക്കും. ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത്ര വ്യത്യാസമുള്ളൂ. ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തെ മഴ മാത്രമായിട്ട് ചിലപ്പോൾ എടുക്കാൻ പറ്റും. ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞാൽ 2 ഭാഗത്തെയും ഗ്രന്ഥി മാറ്റണം എന്ന് വെച്ചാൽ മൊത്തമായി ടോട്ടൽ തൈറോയിഡക്ടമി എന്ന് പറയും. മൊത്തമായിട്ടുള്ള ഒരു ഗ്രന്ഥി മാറ്റേണ്ടതായിട്ട് തന്നെ വരും. ഗ്രന്ഥി മുഴുവനായിട്ട് മാറ്റുന്നതായിരിക്കും പലപ്പോഴും ചെയ്യേണ്ടത്. ഇപ്പൊ തൈറോടോക്സിക്കോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫംഗ്ഷൻ കൂടിയതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഗ്രന്ഥി മിക്കവാറും മിക്ക അവസരത്തിലും കംപ്ലീറ്റ് ആയിട്ട് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഭാഗം ഇരുന്നിട്ട് തന്നെ പിന്നീട് വീർത്ത് പ്രവർത്തനം കൂടുതലായിട്ട് രോഗിക്ക് ദോഷം ഉണ്ടാക്കും. ക്യാൻസറിന്റെ ലക്ഷണം ഒരു സൈഡിൽ തന്നെ കണ്ടാൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയില്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് ചിലപ്പോൾ ഒരു ഫോക്കസ് കാണാം. പിന്നെ നമ്മൾ മരുന്നുകൾ കൊടുക്കുന്ന വെച്ചാൽ തൈറോക്സിന്റെ ഡോസ് കൂട്ടി കൊടുത്തിട്ടാണ് ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. വേറെ അല്ലാതെ ക്യാൻസറിന് എടുക്കുന്ന പോലത്തെ മരുന്നുകളൊന്നും വേണ്ട, റേഡിയേഷൻ വേണ്ടി വരാറില്ല, കീമോതെറപ്പി വേണ്ടി വരാറില്ല, തൈറോക്സിന്റെ ഡോസില്ല. അപ്പൊ അതിനെ കൺട്രോൾ ആവണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊത്തം ഗ്രന്ഥി മാറ്റിയിരിക്കണം. സെക്രീഷൻസ് കുറയും. നമ്മൾ ഹൈപ്പോതൈറോയിഡിസം പോലെ തൈറോക്സിൻ മരുന്ന് എടുക്കേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷെ എന്നാലും നമുക്ക് സേഫ് അതാണ്, ആ ഗ്രന്ഥി കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ 2 സൈഡിലെ മുഴകൾ വരും, മൾട്ടി നോഡുലാർ എന്ന് പറഞ്ഞ പോലെ 2 സൈഡിലെ മുഴകൾ നമ്മൾ മാറ്റിയില്ലെങ്കിൽ ഒരു ഭാഗം എടുത്തു കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം പോയിട്ട് ഓപ്പറേഷൻ ചെയ്യണം. ഈ എൻഡോസ്കോപ്പിക് ഓപ്ഷൻസ് വന്നതിന് ശേഷം അതിലും കുറച്ചൊരു മയപ്പെടുത്തൽ വന്നിട്ടുണ്ട്. കാര്യം നമ്മൾ കീഹോൾ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നിന്ന് കക്ഷത്തിന്റെ ഭാഗത്തെ ചെറിയ മുറിവുണ്ടാക്കിയിട്ട് പോയിട്ട് ആ സൈഡ് മാത്രമായിട്ട് എടുക്കാം. മൊത്തം തുറക്കുവാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് മാറ്റുന്നുണ്ട്. അപ്പുറത്തേക്ക് വളരെ ചെറുതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഇപ്പുറത്തുനിന്ന് പോയിട്ട് നമുക്ക് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിക്കും. കഴുത്തിൽ ഒരു തരത്തിലും മുറിവുണ്ടാക്കാതെ ചെയ്യുന്നതിനാണ് ഈ എൻഡോസ്കോപ്പിക് തൈറോയിഡക്ടമി എന്ന് പറയുന്നത്. കോസ്മെറ്റിക് വാല്യൂ വളരെയധികം സന്തോഷം ആൾക്കാർക്ക്, എസ്പെഷ്യലി യങ്ങർ ഗ്രൂപ്പിനൊക്കെ ഒട്ടും പാടില്ലാതെ എടുക്കാൻ പറ്റുവാന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമുള്ള കാര്യം. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മാർക്ക് വരും. മാർക്ക് മാത്രം അതിന്റെ ഒരു കോസ്മെറ്റിക് വാല്യൂ ഉള്ളൂ. ടെക്നിക്കലി നമുക്ക് അറിയാവുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഓപ്പൺ സർജറി ചെയ്യുന്നതിനേക്കാളും വളരെ ക്ലാരിറ്റിയോടുകൂടി ആ ഗ്രന്ഥിയുടെ സൈഡ് കാണാൻ പറ്റും, ആ നെർവ് കാണാൻ പറ്റും. അതിനകത്ത് കാൽസ്യമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു പാരാതൈറോയ്ഡ് എന്ന ഗ്രന്ഥിയുണ്ട്, അതിന്റെ ലൊക്കേഷനൊക്കെ ശരിയായിട്ട് കണ്ടിട്ട് സേഫ് ആയിട്ട് വെക്കാൻ പറ്റും. പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ടെക്നിക്കാലിറ്റിയെക്കാളും കഴുത്തിൽ ക്രോസ് ആയിട്ടുള്ള, ഇപ്പൊ ആണുങ്ങൾക്കാണെങ്കിലും ഷർട്ട് ഇട്ട് കഴിഞ്ഞാലും ഈ മുമ്പിലുള്ള സ്കാർ ആണെങ്കിൽ കാണാൻ പറ്റും. അപ്പൊ ടൈറ്റ് നടക്കുക അല്ലാതെ നിവൃത്തിയില്ലാത്ത ഒരു സാധനമാണ് തൈറോയിഡ്. നമ്മൾ മാത്രമല്ല അടുത്തുള്ള ആൾക്ക് മനസ്സിലാവും നമുക്ക് തൈറോയിഡിന് അസുഖമുണ്ട്, ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ
അത് ഒഴിവാക്കാൻ പറ്റിയ തന്നെ വലിയ സന്തോഷമാണ്. നമ്മൾ കൈയുടെ ഈ സൈഡിൽ ഇടുന്നതുകൊണ്ട് ഏറ്റവും ചെറിയ ഡ്രസ്സിനകത്ത് തന്നെ ഇതിന്റെ പാടുകൾ മറഞ്ഞിരിക്കുന്ന ഒരു ഇതായതുകൊണ്ട് കംഫർട്ടബിൾ ആണ്. ചെയ്യാനായിട്ട് ടെക്നിക്കൽ സ്കിൽ ഡെഫിനറ്റ്ലി വേണമെന്നുള്ളതുകൊണ്ട് ഒത്തിരി സ്ഥലത്ത് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. സർ, പലപ്പോഴും ഈ തൈറോയിഡിന്റെ അതിപ്പം നോഡ്യൂൾസ് ആയാലും എന്തായാലും ഒരു സർജറി കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ട് പെർസെന്റേജ് ആയിരിക്കാം സൗണ്ടിന് ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. അത് ഈ കീഹോളിന് ഒരു പ്രശ്നം. കീഹോൾ സർജറി നല്ല ഓപ്പൺ സർജറി എല്ലാം തൈറോയിഡ് ചെയ്യുമ്പോൾ പേഷ്യൻസിന് ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾക്ക് ശബ്ദ വ്യത്യാസം വന്നിട്ട് അതിന്റെ കഥകളെ ഓർത്തിരിക്കത്തുള്ളൂ. പക്ഷെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു സർജറിയാണ് തൈറോയിഡിന്റെ സർജറി. നമുക്ക് നല്ല ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഉള്ള ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ 1% പോലും അത്ര ഒരു സൗണ്ടിന്റെ വ്യത്യാസം വരാത്ത ഒരു ഇതാണ്. പക്ഷെ തൈറോയിഡ് ഗ്രന്ഥിയായിട്ട് വളരെ അടുത്ത് ആണ് ഈ ഞരമ്പുകളിലുള്ളത്, വോക്കൽ കോഡ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഞരമ്പുകളുള്ളത്. അതുകൊണ്ട് അതിന് ഡാമേജസ് വരാം, അല്ലെങ്കിൽ അതിന്റെ രക്തോട്ടത്തിൽ ചെറിയ വ്യത്യാസം വരാവുന്നതേ ഉള്ളൂ. ടെമ്പററി ആയിട്ടാണെങ്കിലും ചിലപ്പോൾ വോയിസിലൊക്കെ വ്യത്യാസം വരാം. പക്ഷേ ടെമ്പററി പ്രശ്നങ്ങൾ വരാം. പെർമനന്റ് ആയിട്ടുള്ള പ്രശ്നം വളരെ വളരെ ചുരുക്ക അവസരത്തിലേ വരാറുള്ളൂ. അതിന് ചെയ്യാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഗ്രന്ഥി വലുതായി അതൊരു ക്യാൻസറസ് ആയി മാറുന്നതിന് മുമ്പേ ചെയ്യുക. പിന്നെ കീഹോൾ ചെയ്യുമ്പോൾ വെച്ചാൽ നമുക്കത് വളരെ മടങ്ങ് വലുതായിട്ട് കാണുന്നതുകൊണ്ട് കുറച്ചുകൂടെ സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ് ആയിട്ടും ചെയ്യുന്നതിനകത്തുള്ള ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടും പിന്നെ അന്നേരത്തെ അവസ്ഥ, രോഗിയുടെ ആ കഴുത്തിലുള്ള മുഴയുടെ അവസ്ഥ, അത് ചിലപ്പോഴൊക്കെ ഈ ഞരമ്പുകളെ ചുറ്റിപ്പിണഞ്ഞിട്ട് കിടക്കുന്ന അവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കും ചെറുതായിട്ടെങ്കിലും ഒരു ഡാമേജ് വരാനുള്ള സാധ്യതയുള്ളത്. ചില കേസിൽ ഇവിടെ ഒരു നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് പുറത്തുനിന്നുള്ള ഒരു സംഭവം ചിലരുടെ ഇത് വെച്ചിട്ട് അതെന്താണ്? ട്രക്കിയോസ്റ്റമി എന്നുണ്ട്. അത് ശ്വാസനാളത്തിന് തടസ്സം വന്നിട്ട് താൽക്കാലികമാണ്. ഇല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശ്വാസത്തിന് എന്തെങ്കിലും കാരണത്തിൽ തടസ്സം വന്നു, അവർക്ക് കുറെ നാളായിട്ട് ഈ മെഷീൻ സപ്പോർട്ടൊക്കെ വേണ്ടി വരുന്ന അവസരത്തിൽ ഇവിടെ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടും തൊട്ട് വായുടെ അല്ലെങ്കിൽ മൂക്കിന്റെ അവിടെ വരുന്ന ആ ഒരു ശ്വാസനാളത്തിന്റെ നീളം ഉണ്ടല്ലോ, അത് കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ശ്വാസം എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് പുറത്തുനിന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ട്യൂബ്സ് ഒക്കെ ഇടാനായിട്ട് ഈ ഒരു വഴി വളഞ്ഞു പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളപ്പോൾ ഇവിടെ ഇടും. അതാണ് ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അത് ഒരു വളരെ വളരെ ചുരുക്ക അവസരത്തിൽ ഇതിന്റെ സർജറിയായിട്ട് ബന്ധപ്പെട്ട് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ക്യാൻസറിനൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ട്രക്കിയുടെ കട്ടിക്കുറവ് വരിക, ശ്വാസം എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരിക, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രക്കിയോസ്റ്റമി ചെയ്യേണ്ടതായിട്ട് വരാറുള്ളൂ. അപ്പോൾ സാർ, നമുക്ക് ക്യാൻസർ ട്രീറ്റ്മെന്റിലേക്ക് വരുവാണെങ്കിൽ ഏത് ഇനിഷ്യലി തുടക്കത്തിലെ തന്നെ കണ്ടെത്തി കഴിഞ്ഞാലും നമുക്ക് സർജറി ആണോ അതിനൊരു ഓപ്ഷൻ? തൈറോയിഡിന്റെ ക്യാൻസർ പേടിക്കേണ്ട ഒന്നേ അല്ല. കാര്യം തൈറോയിഡിന്റെ ക്യാൻസറിനുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തൈറോയിഡ് സർജറിയാണ്. തൈറോയിഡ് സർജറി ചെയ്യാൻ മെഡിക്കേഷൻ അല്ല, മെയിനായിട്ടും വരുന്ന തൈറോയിഡ് സർജറി ചെയ്ത് മാറ്റാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഒരു സൈഡിലെ മഴയിൽ ക്യാൻസർ ഉണ്ടെന്ന് കണ്ടു, നമ്മൾ സർജറി ചെയ്ത ആ ഭാഗത്ത് മാത്രമാണ് കംപ്ലീഷൻ തൈറോയിഡക്ടമി എന്ന് പറയും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡും കൂടെ കംപ്ലീറ്റ് ചെയ്യാം, അഥവാ പകുതി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ. അതല്ല, സംശയം കൂടുതലാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യുമ്പോൾ തന്നെ ഡോക്ടർ ടോട്ടൽ തൈറോയിഡക്ടമി എന്ന് പറഞ്ഞ ഗ്രന്ഥി മൊത്തമായിട്ട് മാറ്റിയിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ചെറിയ ഫോക്കസ് ഓഫ് ക്യാൻസർ 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ഒക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണ അതിൽ കൂടുതലായിട്ടൊന്നും വേണ്ട ആവശ്യമില്ല. തൈറോയിഡിന്റെ ഹോർമോൺ കൊടുക്കുന്നതിന്റെ അളവിൽ കുറച്ച് വ്യത്യാസം വരും. സാധാരണ രീതിയിലുള്ള മുഴ വന്നിട്ട് തൈറോയിഡിന്റെ ഓപ്പറേഷൻ ചെയ്ത ആൾക്ക് 100 മൈക്രോഗ്രാം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരക്കാർക്ക് ചിലപ്പം 150-200 മൈക്രോഗ്രാം മരുന്നുകൾ കൊടുക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ എവിടെങ്കിലും ഒരു സെല്ല് ബാക്കിയുണ്ടെങ്കിൽ അത് പൊങ്ങി വരാനായിട്ട് അനുവദിക്കില്ല. വരുമ്പോഴാണല്ലോ ഇത് ട്യൂമർ സെല്ലോ അല്ലെങ്കിൽ നോർമൽ സെല്ലോ ആയിട്ട് വരുന്നത്. അപ്പൊ എന്തായാലും അതിനെ കൊണ്ട് പ്രവർത്തിച്ച് സഹായിക്കാൻ അനുവദിക്കില്ല. നമ്മൾ പുറത്തുനിന്ന് തന്നെ തൈറോക്സിൻ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വരില്ല. അതിനുള്ള ടെസ്റ്റുകളുണ്ട്, തൈറോഗ്ലോബിൻ എന്ന് പറഞ്ഞ ടെസ്റ്റും ഈ TSHന്റെ ടെസ്റ്റും ചെയ്തിട്ട് അത് 2 ലെവൽസ് നോർമലാക്കി നിർത്തുക എന്നുള്ളതേ ആവശ്യമുള്ളൂ. വളരെ ചുരുക്ക അവസരത്തിൽ എവിടെയെങ്കിലും ഒരു സ്പ്രെഡ് കണ്ടു, അത് കഴിഞ്ഞിട്ട് ഈ ന്യൂക്ലിയോടൈഡ് സ്കാൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ അത് ചെയ്ത് പിന്നെ ന്യൂക്ലിയർ മെഡിസിനുള്ള ആ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഭാഗത്ത് ചെറിയൊരു സംശയം വന്നു കഴിഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് അയഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള മരുന്ന് കൊടുക്കാൻ പറ്റും. അതും വളരെ ഈസി ആയിട്ട് ചെയ്ത് തീർക്കാവുന്നതാണ്. അപ്പം രോഗിക്ക് അങ്ങനത്തെ ഒരു റേഡിയോ അയഡിൻ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്തെ സെൽസും കൂടെ നശിച്ചു പോകും. ശരീരത്തിൽ വേറെ എവിടെങ്കിലും തൈറോയിഡിന്റെ അവിടെ തന്നെ ചെയ്യുമ്പോൾ ഏതെങ്കിലും സെൽസ് ബാക്കിയുണ്ടെങ്കിലോ വേറെ ഏതെങ്കിലും ഭാഗത്തോട്ട് ട്യൂമർ സ്പ്രെഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലോ അത് നശിച്ചു പോകും. അതുകൊണ്ട് വളരെ വളരെ റിമോട്ട് ചാൻസേ ഉള്ളൂ ആ ഭാഗത്ത് പോയിട്ട് റേഡിയേഷൻ എടുക്കുക. കീമോ മരുന്ന് വേണ്ട, തൈറോക്സിന്റെ അളവ് എടുത്തിട്ട് പോയാൽ. അതുകൊണ്ട് തൈറോയ്ഡ് ക്യാൻസർ പേടിക്കേണ്ടതല്ല, പക്ഷെ മുഴകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിപ്പിക്കുക, സമയത്തിന് ചെയ്യുക. വളരെ വളരെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് കീഹോളൊക്കെ ചെയ്താൽ അത് എടുത്തു മാറ്റാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന നേരം ഈ ഒരു സൈഡിലെ മുറിവുകൾ കൂടെ പോരാത്തത് 10-15 സെന്റിമീറ്റർ വരെയൊക്കെ നമ്മൾ ഇത് സൈഡിൽ കൂടെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിലും വലുതാകുമ്പോൾ ഇവിടെ ടെക്നിക്കലി നമുക്ക് അതിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ അതിനകത്ത് കീഹോൾ പ്രവർത്തിപ്പിക്കാനുള്ള സ്ഥലം കുറവായതുകൊണ്ട് അങ്ങനെ പറ്റില്ല. അപ്പം
ഓപ്പൺ തന്നെ വേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ ലാറ്ററൽ മറ്റേ അറ്റ്ലീസ്റ്റ് സൈഡിലെ മുറിവെങ്കിലും ഉണ്ടാക്കണം. അപ്പൊ ഒട്ടും ഒഴിവാക്കണമെന്നാണെങ്കിൽ വളരെ വലുതാവുന്നതിന് മുമ്പ് വന്നിട്ട് സർജറി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ പാട് പേടിച്ചിട്ട് പിന്നെ ഓപ്പറേഷൻ വരാതിരിക്കുക അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കേണ്ട അവസ്ഥ ഒഴിവായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒരു ചെറിയ സമയം കൊണ്ട് തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുവിധ എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് തോന്നുന്നു. അതും ഇപ്പം അതിനുള്ള കീ ഹോൾസ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കീ ഹോൾ സർജറിയെ കുറിച്ചും എനിവേസ് വളരെയധികം നന്ദിയുണ്ട്. ഇന്നത്തെ മെഡിടോക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയം മറ്റൊരു അതിഥിയുമായി. നന്ദി, നമസ്കാരം.